നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ ഹർജി തള്ളി. പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. നീതി ലഭിച്ചെന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മ. നാടാഗ്രഹിച്ച വിധിയെന്ന് മന്ത്രി പി രാജീവ്. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷം. കോഴിക്കോട് മഴയ്ക്കിടെ ഷോക്കേറ്റ് 18കാരന് ദാരുണാന്ത്യം. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം കടപുഴകി വീണു. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ. ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. കൃത്യമായ മാനദണ്ഡങ്ങളില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം. രാജ്യാന്തര അവയവ കടത്തിൽ കൂടുതൽ പേർ ഇരകളായെന്ന് സൂചന. പാലക്കാട് സ്വദേശിയുടെയും 19 ഉത്തരേന്ത്യക്കാരുടെയും വിവരം അന്വേഷണ സംഘത്തിന്. പ്രതി 20ലധികം പേരെ ഇറാനിലെത്തിച്ചു. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 3 മണിവരെ രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ്. വിധി എഴുതുന്നത് റായ്ബറേലിയിലും അമേഠിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി. മുഹമ്മദ് മുഖ്ബർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ്. സൂപ്പർ താരം ദിമിത്രിയോസ് ഡയമന്റോക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ആരാധകർക്ക് നന്ദി പറഞ്ഞ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ബ്ലാസ്റ്റേഴ്സിനായി 38 മത്സരങ്ങളിൽ നിന്ന് താരം നേടിയത് 23 ഗോളുകൾ.